നാമം ഒരിക്കൽ കൂടെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നും നിങ്ങളുടെ മുമ്പിൽ ഒരു വീഡിയോയുമായി എത്തുവാൻ സർവ്വകൃപാലുവായ ദൈവമിടയാക്കി വൻ കൃപകളെ ഓർത്ത് ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. ഇന്നും നിങ്ങളുമായി ചിന്ത പങ്കുവയ്ക്കട്ടെ. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്ന ഉൽപ്പത്തി പുസ്തകത്തിലെ ശവക്കോട്ടയാണ് 5-ാം അധ്യായം. 8 പേരുടെ മരണത്തെക്കുറിച്ച് പറയുന്നു. ജനിച്ചു മരിച്ചു ഈ പട്ടികയിൽപ്പെടാത്ത ഹാനോക്ക് മാത്രമാണ് ഉള്ളത്. ലോകത്തിൽ ജനങ്ങളെല്ലാവരും മരണത്തിൽ കൂടെയാണ് നിത്യതയിലേക്ക് കടക്കുന്നത്. എന്നാൽ ഒരു വിഭാഗം വിശുദ്ധന്മാർ മരണം കൂടാതെ ഭൗതിക ശരീരത്തിൽ നിന്ന് കണ്ണിമയ്ക്കും നൊടിയിടയിൽ രൂപാന്തരം ഭവിച്ച് കർത്താവിനോട് കൂടി എടുക്കപ്പെടും എന്ന് തിരുവചനം സാക്ഷിക്കുന്നു. യേശുക്രിസ്തുവിന്റെ പുനരാഗമനത്തിന് 2 ഘട്ടങ്ങളുണ്ട്. 1-ാം ഘട്ടത്തിൽ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ മധ്യാകാശം വരെ വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ കല്ലറകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അപ്പോൾ ജീവനോടെ ശേഷിക്കുന്ന വിശുദ്ധന്മാർ മരണം കാണാതെ കണ്ണിമയ്ക്കുന്ന നേരം കൊണ്ട് രൂപാന്തരപ്പെട്ട് പുതിയ ശരീരം ധരിച്ചുകൊണ്ട് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ എടുക്കപ്പെടും. ഇങ്ങനെ വിശുദ്ധന്മാരുടെ 2 സംഘവും ഒരുമിച്ച് ആകാശമേഘത്തിൽ കർത്താവിനോട് കൂടി വാഴും. പഴയ നിയമ വിശുദ്ധന്മാരും അവിടെ കാണും. എന്നാൽ മണവാട്ടി പദവി ഉണ്ടായിരിക്കുകയില്ല. അവർ കുഞ്ഞാടാകുന്ന ക്രിസ്തുവിന്റെ കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ട സ്നേഹിതർ എന്ന പദവി ഉള്ളവരായിരിക്കും. മധ്യാകാശത്തിൽ 7 വർഷം കഴിഞ്ഞ ശേഷം കർത്താവും വിശുദ്ധന്മാരും കൂടി ഭൂമിയിലേക്ക് വരും. അതാണ് വരവിന്റെ 2-ാം ഘട്ടം. 1-ാം ഘട്ടത്തിനും 2-ാം ഘട്ടത്തിനും ഇടയ്ക്കുള്ള 7 വർഷക്കാലം ഭൂമിയിൽ ഭരണം നടത്തുന്നത് അന്തിക്രിസ്തുവായിരിക്കും. മരണം കൂടാതെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നവരുടെ പ്രതിനിധികൾ എന്ന നിലയിൽ ഹാനോക്കിനെയും ഏലിയാവിനെയും പരിഗണിക്കാം. അങ്ങനെ മരണം കാണാതെ എടുക്കപ്പെട്ട ഹാനോക്കിനെ മാത്രമാണ് ഉൽപ്പത്തിയുടെ തന്നെ ശവക്കോട്ടയായിട്ട് അറിയുമ്പോൾ അതിൽ നിന്ന് ഒരാൾ മാത്രമേ രക്ഷപ്പെട്ടു പോയുള്ളൂ. അത് നമ്മുടെ ഹാനോക്കാണ്. ആയതുകൊണ്ട് പ്രിയരെ, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കൂടെ വരുമ്പോൾ നമുക്കും ആ മേഘപ്രത്യക്ഷതയിൽ എടുക്കാം. അതിനുവേണ്ടി ഒരുങ്ങാമെന്ന ചിന്തയോടെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ.